കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികർ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. അവർ വലിയ സന്തോഷത്തിലാണ്. അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സന്തോഷം വായിച്ചെടുക്കാം. കാരണം അവർക്ക് പുതുതായി ഒരു സഹായമെത്രാനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്തോഷത്തിൻ്റെ ഈ നിമിഷത്തിൽ കോട്ടയം അതിരൂപതയുടെ ചാൻസലർ അച്ഛൻ തോമസ് അച്ഛൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛൻ, എന്താണ് വലിയൊരു സന്തോഷത്തിൻ്റെ ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? സ്നേഹമുള്ളവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ്. കാരണം AD 345 ഇവിടെ കുടിയേറിയ ഞങ്ങളുടെ ജനം ഇന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുമുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും അജപാലന പ്രവർത്തനങ്ങൾ നടത്താൻ നിലവിലുള്ള 3 മെത്രാന്മാർ പോരാ, ഇനിയും ഞങ്ങൾക്ക് ധാരാളം വേണം. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കാത്ത് ഇരുന്ന ആ സുന്ദരമായ ദിനമാണ് കിട്ടിയിരിക്കുന്നത്. അത് ആനിമൂട്ടിൽ തോമസ് അച്ഛനെയാണ് ആ ദൗത്യം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അതിരൂപതയിലെ എല്ലാ വൈദികരും, സിസ്റ്റേഴ്സും, സഹോദരങ്ങളും എല്ലാം ഇതിൽ സന്തോഷിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ സന്തോഷം. എല്ലാവരോടും ചോദിച്ചാൽ ഇത് തന്നെയാണ്. അച്ഛൻ ഞങ്ങൾക്കെന്നും മാതൃകയായിരുന്നു. അച്ഛൻ്റെ വീട് മലബാറിലാണ്, പയ്യാവൂർ ടൗൺ ഇടവകാംഗമാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ്. പാസ്റ്റൽ കോർഡിനേറ്റർ അച്ഛനെ കൂടി ചേരുകയാണ്. അച്ഛാ, തോമസ് അച്ഛനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുതിയ സഹായമെത്രാൻ വികാരി ജനറലായിരുന്നു കോട്ടയം രൂപതയുടെ, ഇപ്പോൾ പുതിയൊരു നിയമനത്തിലേക്ക് വരികയാണ്. അച്ഛനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമാണ് അച്ഛൻ സഹായമെത്രാനാകുന്നതിൽ. വളരെ പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോട്ടയത്ത് അപ്നാദേശിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ റീജൻ്റായിട്ട് എൻ്റെ കൂടെ, ഫിലോസഫി കഴിഞ്ഞിട്ട് റീജൻ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള ദീർഘകാല ബന്ധമുണ്ട്. പിന്നെ ഓരോ രംഗത്തും അദ്ദേഹം ശുശ്രൂഷ ചെയ്തപ്പോഴൊക്കെ എല്ലാവർക്കും പ്രീതിജനകമായ വിധത്തിലുള്ള ഇതായിരുന്നു. അത് ബോധ്യത്തിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന, അപ്പോൾ എല്ലാവർക്കും രൂപതയിലെ എല്ലാവർക്കും വലിയ സന്തോഷമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ അച്ഛന്മാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും. തീർച്ചയായിട്ടും ഇനി ലോകം മുഴുവനും പടർന്നു നടക്കുന്ന കോട്ടയം അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഇനിയൊരു പുതിയൊരു അജപാലന രീതിയിലേക്ക്, ഒരു പുത്തൻ ഉണർവിലേക്ക് മാറും അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. കാരണം അവർ വളരെയേറെ ആഗ്രഹിക്കുന്നതായിരുന്നു. കാരണം ഡയാസ്പറയിൽ വളരെയേറെ രാജ്യങ്ങളിൽ നമ്മുടെ ആളുകളുണ്ട്. അപ്പോൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു സഹായമെത്രാൻ വേണം എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തിയായാലും ഞങ്ങൾ എല്ലാവർക്കും, എല്ലാ വൈദികർക്കും വളരെ സന്തോഷമാണ്. കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. വലിയൊരു സന്തോഷമാണ് കോട്ടയം അതിരൂപത സംബന്ധിച്ചിടത്തോളം. ഒരു പുതിയ സഹായമെത്രാനെ ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നിയോഗത്തെ നോക്കിക്കാണുന്നത്? ഇത് വളരെ സന്തോഷകരമായൊരു ദിവസമാണ് കോട്ടയം രൂപതയെ സംബന്ധിച്ച്. അഭിമന്യ അനിമുട്ടിൽ പിതാവ് അച്ഛനായി, മോൺസിഞ്ഞറായി അന്നൊക്കെ വളരെ അധികം നേരിട്ട് ഇടപെടുവാനൊക്കെയുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ ഏറ്റവും ദൈവിക കാര്യങ്ങളിലും മറ്റേ അൽമയുടെ കാര്യങ്ങളിലുമൊക്കെ നല്ല സമർത്ഥമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വൈദികനാണ്. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 വർഷത്തോളം അവിടെ ഡയറക്ടറായിരുന്നുകൊണ്ട് ഇന്നത്തെ കാരിത്താസിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു ചുക്കാൻ പിടിച്ച ഒരു അച്ഛനാണ്. ഏത് തരത്തിൽ നോക്കിയാലും ഏറ്റവും നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു തീരുമാനമാണിത്. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കോട്ടയം അതിരൂപത അത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അതിരൂപതയാണ്. ഒരുപാട് വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പത്രത്തിൽ ഇതുപോലെ തന്നെ പ്രോട്ടോ സെഞ്ചുലസായിട്ട് സേവനം ചെയ്തിരുന്ന തോമസ് ആനിമുട്ടിൽ അച്ഛൻ ഇപ്പോൾ പിതാവായിട്ട് വരുമ്പോൾ എത്തരത്തിലായിരിക്കും ഇനി കോട്ടയം അതിരൂപതയുടെ പ്രവർത്തനങ്ങളും ആ ഒരു അജപാലനങ്ങളും മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും അച്ഛൻ്റെ മികവുറ്റ കഴിവും അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥനാപരമായിട്ടുള്ള ജീവിതമൊക്കെ ജ്ഞാനായ കത്തോലിക്ക സഭയ്ക്കും അതുപോലെ കോട്ടയം അതിരൂപതയ്ക്കും വളരെ മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓക്സിലറി ബിഷപ്പിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം കൃത്യമായി തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു സുദിനമാണിന്ന്. അതായത് കോട്ടയം അതിരൂപതയ്ക്ക് ഇപ്പോൾ 4 ഒരു മെത്രാനും 3 സഹായ മെത്രാന്മാരുമായിട്ട് അങ്ങനെ ഒരു കട്ടിലിൽ 4 കാലെന്ന പോലെ അതിശക്തമായൊരു നിലയിലേക്ക് ഇപ്പം കോട്ടയം അതിരൂപത കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ആനിമുട്ടി അച്ഛനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കോട്ടയം അതിരൂപത ചാൻസലർ, കണ്ണൂർ ശ്രീപുരം പാഴ്സ് സെൻ്റർ ഡയറക്ടർ, കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ വളരെ പ്രഗത്ഭമായിട്ടുള്ള സേവനം ചെയ്തതിന് ശേഷം ഉഴൂർ പള്ളിയിലും അതോടൊപ്പം തന്നെ കടുത്തുരുത്തി പള്ളിയിലും സേവനം ചെയ്ത് കോട്ടയം അതിരൂപതയുടെ പ്രോട്ടോ സെഞ്ചുറസായി സേവനം ചെയ്യുകയും അതോടൊപ്പം തന്നെ സമുദായ സംഘടനകളായ KCCയുടെയും
KCWയുടെയും ചാപ്ലനായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അച്ഛനെ തേടി എത്തിയത്. ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. അതിയായ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ നല്ല ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുന്ന നല്ല നേതൃത്വപാഠമുള്ള ഒരു വൈദികനാണ്. ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഉണ്ട്. താങ്ക് യു. കോട്ടയം അതിരൂപതയുടെ ചരിത്രം നോക്കുമ്പോൾ ധന്യൻ പിതാവും ആക്കീൽ പിതാവിൻ്റെ കാലം മുതൽ ഇന്ന് വരെ വന്നിരിക്കുന്ന ഓരോ മെത്രാന്മാരും ആത്മീയതയിലും വിശുദ്ധിയിലും ഭരണ കഴിവിലും ജനങ്ങളോടുള്ള ബന്ധത്തിലും മിടുക്കന്മാരായിട്ടുള്ള മെത്രാന്മാരാണ്. ആ മെത്രാൻ ഗണത്തിലേക്ക് ഒന്നിച്ച് ചേർത്ത് നിർത്താൻ കഴിവുള്ള മിടുക്കനായ ഒരു വൈദികനെയാണ് ഇന്ന് കോട്ടയം രൂപതയ്ക്ക് സഹായ മെത്രാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ കഴിവ് നോക്കുമ്പം ഭരണപരമായിട്ടും ആത്മീയപരമായിട്ടും സംഘടനാപരമായിട്ടും ജനങ്ങളുമായിട്ടുള്ള ബന്ധം അച്ഛന് ഉണ്ടായിട്ടുണ്ട്. അത് അച്ഛൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ അജപാലന പ്രവർത്തനത്തിൽ വളരെ ഗുണമാവും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതകളുണ്ട്. മുൻ മെത്രാന്മാർക്ക് വിദേശത്ത് ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ സേവനം ചെയ്തിട്ട് പരിചയമില്ലായിരുന്നു. എന്നാൽ ആനിമൂട്ടിലച്ഛന് അമേരിക്കയിൽ സേവനം ചെയ്തുള്ള മുൻപരിചയം കൂടെ ഉള്ളതുകൊണ്ട് ലോകം മുഴുവൻ വ്യാപിപ്പിച്ച് കിടക്കുന്ന ജ്ഞാനായ കത്തോലിക്കരുടെ അജപാലന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടും കൂടിയും കൂടുതൽ ആത്മീയ നിറവോടും കൂടിയും അച്ഛന് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം ഉറച്ച വിശ്വാസം.